ഹായ്, വെൽക്കം ബാക്ക് ടു രേഖാസ് ബൊട്ടാണിക്കൽ ഹെവൻ. ഇന്ന് ഫ്രൂട്ട്സ് ഒന്നുമല്ല കേട്ടോ, താമരകളോ ആമ്പലുകളോ. ഈ ആമ്പലിനകത്ത് ഞാൻ ഓൾറെഡി ട്യൂബർ പ്രൊപ്പഗേഷനും ലീഫ് പ്രൊപ്പഗേഷനും പറഞ്ഞില്ലേ. ഇന്ന് സീഡ് പ്രൊപ്പഗേഷനാണ്. സീഡ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കപ്പനീസിൽ, അതായത് പിങ്ക് കപ്പനീസും ബ്ലൂ കപ്പനീസിനകത്ത് ഇങ്ങനെ അതിനകത്ത് വിത്തുകളുള്ളത്, അല്ലാതെ ഇതിൻ്റെ ട്യൂബല്ല. ട്യൂബും വെക്കാം, പക്ഷെ മെയിൻലി ഇതിൻ്റെ വിത്തിൽ നിന്നാകുമ്പോൾ ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് മുട്ടുണ്ടായിക്കഴിഞ്ഞ് പൂവുണ്ടായിക്കഴിഞ്ഞ് ഇങ്ങനെ അടന്ന് കിടക്കുമ്പോൾ അതിൽ നിന്ന് അതിങ്ങെടുത്ത് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനടിയിലെല്ലാം ഇങ്ങനെ തൈകൾ ഉണ്ടായി കിടക്കും. പൊട്ടിച്ചിട്ടെല്ലാം അതുണ്ടാകും, പക്ഷെ ഞാനങ്ങ് പൊട്ടിച്ച് കളയുന്നതെന്നാണെന്നറിയാം, അതിൻ്റെ തണ്ട് ഞാനെടുത്ത് കിളികൾക്ക് കൊടുക്കുകയും. അതുകൊണ്ടങ്ങ് ഞാൻ പൊട്ടിച്ചു. അത് തന്നെയല്ല, പൊട്ടിക്കാതിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് ചീഞ്ഞ് സ്മെല്ല് വരും. കണ്ട, ഇങ്ങനെ തൈകൾ ഒത്തിരി ഉണ്ടാകും. അതിനകത്ത് ഒത്തിരി തൈകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തൈകൾക്ക് ഹെൽത്ത് ഉണ്ടാകില്ല. അതുകൊണ്ട് നടക്കണമെന്ന തൈകൾ എടുത്ത് വേറെ വേറെ ആയിട്ട് പോട്ട് ചെയ്യണം. അതാണ് നമ്മുടെ സീഡ് പ്രൊപ്പഗേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.